പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. കൊണ്ടാഴി പഞ്ചായത്തിലെ കുഴിയാമ്പാടം, തെക്കേ കൊണ്ടാഴി, നീർത്തടം ആസ്തി കൈമാറ്റവും കർഷകർക്കായുള്ള ഏകദിന പരിശീലന പരിപാടിയും നടന്നു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കുഴിയമ്പാടം, തെക്കേ കൊണ്ടാഴി, നീർത്തടം ആസ്തി കൈമാറ്റവും കർഷകർക്കായുള്ള ഏകദിന പരിശീലന പരിപാടിയും കൊണ്ടാഴിയിൽ UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. നബാർഡ് സാമ്പത്തിക സഹായത്തോടെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന നിധി 25ാമത് വായ്പാ ഭാഗമായി 77.99 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കി കൈമാറിയത്. പ്രതിസന്ധികൾ നേരിടുന്ന കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര പദ്ധതികളും നിയമനിർമ്മാണവും ആവശ്യമെന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UR പ്രദീപ് MLA അഭിപ്രായപ്പെട്ടു. കുഴിയാമ്പാടം, തെക്കേ കൊണ്ടാഴി, നീർത്തടം ആസ്തി കൈമാറ്റവും കർഷകർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി. നമുക്കറിയാം, അതിൻ്റെ ഒരു നിയമത്തിൽ ഏതായാലും അതിൻ്റെ മാറ്റങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്കും അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടാൻ ചോദിച്ചാൽ വലിയ പ്രയാസം തന്നെയാണ്. ഈ കാര്യത്തിൽ ഗൗരവമായി നമുക്ക് ഒരു ശ്രദ്ധ ഗവൺമെൻറ് തലത്തിൽ, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ നിയമം ഉണ്ടാക്കിയ ഗവൺമെൻറ് തലത്തിൽ തന്നെയാണ് അതൊരു പരിഹാരമാണ്. കേന്ദ്ര നിയമം അനുസരിച്ച്, വന്യമൃഗ സംരക്ഷണ നിയമം അനുസരിച്ച് ഇതിനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താനോ പാടില്ല. അല്ലാതെ എന്ത് നമുക്ക് ചെയ്യാൻ കഴിച്ചാൽ പല മാർഗങ്ങൾ അന്ന് പരിശീലന കേരളം എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള നോക്കി. അത് നോക്കിയതിൽ ഒരു വിഷയം മാത്രമാണ് എനിക്കത് ശ്രദ്ധയിൽപ്പെട്ടത്. പലതരത്തിലും നോക്കി വന്നാൽ ഇവിടെ നമ്മുടെ പലരും പല തരത്തിൽ ഈ സൗണ്ട് ഒച്ച ഉണ്ടാക്കുന്ന രീതിയിൽ പലരും ഉണ്ടാക്കി നോക്കി. അവർ കൃഷി സ്ഥലത്ത് പലതരത്തിലുള്ള പ്രയോഗം നടത്തി നോക്കി. അതെല്ലാം ആദ്യത്തെ പന്നികൾക്ക് വന്ന് അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങൾക്ക് വന്ന് അവർക്ക് ഒരു പുതുതായി ഒരു അനുഭവം കാണുമ്പോൾ അത് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി നൽകി. പിറ്റേ ദിവസം അവരതിൻ്റെ വിഷയം മനസ്സിലാക്കി മറികടന്ന് അവർക്ക് ലക്ഷ്യം എത്തുകയാണ്. ഇത് കർഷകർക്ക് വലിയ പ്രയാസം ഉണ്ടാവുകയാണ്. പലരും ഈ നീർത്തട പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് കുഴിയമ്പാടം, തെക്കേ കൊണ്ടാഴി, നീർത്തടം പദ്ധതി. 2014.41 ഏക്കറോളം വരുന്ന സ്ഥലത്ത് മഴക്കുഴികൾ, വൃക്ഷത്തൈ നടൽ, കിണർ റീചാർജിംഗ്, ഫലവൃക്ഷത്തൈ വിതരണം, കുളക്കാട്ടുകുളം നവീകരണം, പാർശ്വഭിത്തി സംരക്ഷണം, തെങ്ങിന്റെ തടം തുറക്കൽ എന്നീ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുകയുണ്ടായി. പ്രദേശത്തെ 1200ഓളം വരുന്ന കർഷകർക്ക് ഗുണം ലഭിച്ച പദ്ധതി വഴി ഭൂഗർഭ ജലവിധാനം ഉയർത്താനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിഞ്ഞു. ഏകദിന പരിശീലന പരിപാടിയുടെ ഭാഗമായി കാർഷിക മണ്ണ് സംരക്ഷണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വെള്ളാനിക്കര ഡോക്ടർ C. ജോർജ് തോമസ്, സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ M എന്നിവർ ക്ലാസ് നയിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ നിഷമോൾ V, ബിജു തടത്തിവിള, പ്രിയമത KK, PM അനീഷ്, ശിവദാസൻ VP, ബിജു VK, ശിവൻ വീട്ടിക്കുന്ന്, പഞ്ചായത്ത് സെക്രട്ടറി രോഹിണി MS, കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി KB, വടക്കാഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ, നീർത്തട കമ്മിറ്റി കൺവീനർ സിദ്ധാർത്ഥൻ K തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അത് 4522 എണ്ണത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ എന്തായാലും വരും കാലങ്ങളിൽ അതിൻ്റെതായ ഗുണം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു കുളം നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞു, കോലക്കാട്ട് കുളം. അതുപോലെ തന്നെ പാർശ്വഭിത്തി സംരക്ഷണം 150 മീറ്റർ ഉയരത്തിൽ നമുക്ക് കെട്ടാൻ കഴിയും. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഏതായാലും നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. 550 മീറ്ററാണ് പാർശ്വഭിത്തി സംരക്ഷണം. അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ ഞാറ്റുവേല മാറുന്നതിനനുസരിച്ച് നമുക്കും പല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ കൃഷി മേഖലയിലും ഉള്ളവരും ഒക്കെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും. CCV ന്യൂസ്
കൊണ്ടാഴി.